ലോകത്തിലെ 35ാമത്തെ മാരക വിഷമേഖല. ഇന്ത്യയിൽ ഭോപ്പാലിലും ഗുജറാത്തിനും പുറമെ 3ാമത്തെ മാരക വിഷമേഖല. നാം ഇപ്പോൾ ജീവിതത്തിനും മരണത്തിനുമിടയിലുള്ള പോരാട്ടത്തിലാണ്. ഇതിന് ഇരയായി ജീവിക്കുന്ന ജനതയുടെ ദുരിതത്തിൻ്റെ കണ്ണുനീർ ഇവിടെ നമുക്ക് കാണാം. കേരളത്തിൻ്റെ വ്യാവസായിക മലിനീകരണ കേന്ദ്രം എറണാകുളം ജില്ലയിലെ ഏലൂർ ഇടയാർ ഇൻഡസ്ട്രിയൽ ബെൽറ്റ് ഒരു തീരാശാപമായി മാറുന്നു. എല്ലാവർക്കും ഉണ്ട്. അവിടെ ഒരു തൊഴിലാളികളും പുറത്തു പറയില്ല. ഒരൊറ്റ തൊഴിലാളികൾ പുറത്തു. ഇപ്പൊ കണ്ടില്ലേ, അംഗം കണ്ടില്ലേ, തൊഴിലാളികളുടെ അംഗമാക്കേണ്ടത്. ഈ പ്രശ്നങ്ങളുണ്ട്, മിക്കവർക്കും ഉണ്ട്, ഒരു മിക്കവർക്കും ഉണ്ട് ഇവിടെ. അല്ലാണ്ട് അത് മാത്രമല്ല, ഈ തൈറോയിഡിന്റെ കംപ്ലൈന്റ്, ഈ ബോൺ ജോയിന്റ് പെയിൻ, തൊണ്ടയ്ക്ക് കംപ്ലൈന്റ്. ഇത് ഇന്നും കൂടി ഒരു മരണം ഇടയാറ് സംഭവിച്ചിട്ടുണ്ട്. എനിക്ക് അവിടെ കിട്ടിയ റിപ്പോർട്ട്, ഇടയാറ് ജംഗ്ഷനിൽ ഇന്ന് കിട്ടിയ എനിക്ക് റിപ്പോർട്ട്, ക്യാൻസർ ബാധിച്ച് പുള്ളി 2 കൊല്ലമായിട്ട് ചികിത്സയിലായിരുന്നാണ്. എൻ്റെ വീട്ടിലെ കിണർ ഞാൻ കുടിക്കാനുള്ള വെള്ളം ഞാൻ കുടിക്കാനുള്ള. എൻ്റെ വീട്ടിൽ പശുവുണ്ട്, പശുവിൻ്റെ പാല് തന്നെ ഇപ്പോൾ ഇവിടെ നാട്ടുകാരും മേടിക്കാനുള്ള. മധ്യ കേരളത്തിൻ്റെ ജീവനാഡിയാണ് പെരിയാർ. ഈ പെരിയാറാൽ ചുറ്റപ്പെട്ടതാണ് ഏലൂർ മേഖല. വ്യാവസായിക മലിനീകരണം ഈ നദിയെ, ഇവിടുത്തെ ആളുകളെ കാർന്നു തിന്നുകയാണ്. 2009 വേസ്റ്റ് ഇടണുണ്ട്. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്തു? അമ്മ പൊല്യൂഷൻ കൺട്രോൾക്കാരനെ വിളിച്ചിട്ട് മറ്റേ ഒരു കുപ്പി എടുത്തിട്ട് വെള്ളം നിറച്ച് കൊടുത്ത്, അപ്പൊ തോട്ടിലത്തെ കറുപ്പ കളർ വെള്ളമായിരുന്നു. ദിവസം തന്നെ അവര് മാറ്റിയില്ല. കൊറേ നാളായിട്ടാ മാറ്റിയത്. അത് അവിടെ ആസിഡ് അവിടെ നിന്ന് ഇങ്ങനെ ഒഴുകി ഇവിടെ കിടക്കും. ആസിഡ് എങ്ങനെ മനസ്സിലായി ആസിഡ് ആണെന്ന്? അത് അറിയാറ്. അറിഞ്ഞ്? ആര് പറഞ്ഞു? എന്റെ കാക്ക പറഞ്ഞു ആസിഡ് ആണെന്നല്ലേ. ആസിഡ് അവിടെ കൊറേ ഇങ്ങനെ വന്നിട്ട് ഫോട്ടോ എടുത്തിട്ട് പത്രത്തില് ഞങ്ങളെ പടമൊക്കെ കാണിച്ചു. 170ഓളം കമ്പനികളാണ് നമ്മളുടെ ഈ മേഖലയിൽ. അതിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ 115 രാസാധിഷ്ഠിത വ്യവസായങ്ങളാണ്. ഈ രാസാധിഷ്ഠിത വ്യവസായങ്ങൾ എന്ന് പറയുമ്പോൾ പെരിയാറിനെ മാരകമായി മലിനീകരിക്കാൻ ശേഷിയുള്ള അതിൽ തന്നെ 36 ഉള്ളൂ. ഈ 36 വീണ്ടും നമുക്ക് സ്ക്രീൻ ചെയ്യാൻ പറ്റും. അങ്ങനെ സ്ക്രീൻ ചെയ്യുമ്പോൾ ഏതാണ്ട് 16 പെരിയാറിനെ ഇത്രയും മാരകമായ രീതിയിൽ കൊല്ലാൻ ശേഷിയുള്ള 16ഓളം കമ്പനികളാണ് നമ്മൾക്കൂടെ ഉള്ളതെന്ന് പറയാൻ പറ്റും. ഇന്ന് ഏലൂരിലെ അവസ്ഥ, അല്ലെങ്കിൽ പെരിയാറിലെ അവസ്ഥ എന്ന് പറഞ്ഞാൽ ഏതാണ്ട് ഏലൂരിലെ നിങ്ങൾ പോയ ഇടയാറ് ബിനാനി സിങ്കിന് ഏതാണ്ട് 1.5 കിലോമീറ്റർ റേഡിയസിൽ അതിന് മലിനീകരണമുണ്ട്. നമ്മളിപ്പോൾ നിൽക്കുന്ന ഈ കുഴിക്കണ്ടം തോടുന്ന് ഇങ്ങോട്ടുള്ള 1.5 കിലോമീറ്റർ റേഡിയസിലും ഇത് രൂക്ഷമായ മലിനീകരണമാണ്. ഇവിടുത്തെ വായു, വെള്ളം, മണ്ണ്, ഇത് മൂന്നും വളരെ കൃത്യമായി മലിനീകരിക്കപ്പെട്ടു കഴിഞ്ഞു. ഏറ്റവും അടിസ്ഥാന പ്രശ്നമായിട്ടുള്ള വെള്ളം, ഇന്ന് നമ്മൾക്ക് ഏലൂരിലെ ഒരു കിണറിലെ വെള്ളവും ശുദ്ധമാണെന്ന് പറഞ്ഞ് ഉപയോഗിക്കാൻ കഴിയില്ല. മണ്ണിൽ വളരുന്ന ഒരു പ്ലാന്റും ഒരു ചെടിയും അതിൽ നിന്നുണ്ടാകുന്ന കായും നമ്മൾക്ക് ഭക്ഷ്യയോഗ്യമല്ല എന്നാണ് പഠനങ്ങൾ തെളിയിക്കുന്നത്. ഈ ഏലൂരിലെയും ഇടയാറിലും നടത്തിയ കൊച്ചി യൂണിവേഴ്സിറ്റിയുടെ കെമിക്കൽ ഓഷ്യനോഗ്രാഫിയാണ് ആ പഠനം നടത്തിയത്. ഏതാണ്ട് 23ഓളം വീട്ടുവളപ്പിൽ വളരുന്ന സസ്യങ്ങളാണ് പഠന വിധേയമാക്കിയത്. ഹെവി മെറ്റലുകളുടെ അല്ലെങ്കിൽ ഖനലോഹങ്ങളുടെയും കീടനാശിനികളുടെയും സാന്നിധ്യം വളരെ കൂടുതലായിട്ടാണ് കണ്ടെത്തിയത്.